വെൽക്കം ടു ഗ്രേഡിയൻറ്റ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന വലിയൊരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. പാർട്ട് 9 അല്ലേ? ഒരുപാട് വലിയൊരു ചാപ്റ്ററാണ്. ഞാൻ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ ഞങ്ങളിത് പറഞ്ഞതാണ്. അങ്ങനെ ആ ഒരു വലിയ ചാപ്റ്റർ ഇന്നത്തോടെ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പഠിച്ചത് അല്ലേ? ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വാട്ടർ വേപ്പറിൻ്റെ അളവിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ അതായത് നമ്മുടെ ഈ പറയുന്ന സൂര്യപ്രകാശം കാരണം ഇവോപ്പറേഷൻ നടക്കുന്നു അല്ലേ? വാട്ടർ ബോഡീസിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യുന്നു, വാട്ടർ വേപ്പറായിട്ട് മാറി അത് അറ്റ്മോസ്ഫിയറിലോട്ട് പോകുന്നു. അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ അത് തങ്ങി നിൽക്കുന്നു. അങ്ങനെ തങ്ങി നിൽക്കുന്ന അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടർ വേപ്പറിൻ്റെ അളവിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് വിളിക്കുന്നത്. രണ്ട് രീതിയിൽ നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്നും അല്ലേ? നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ ഈ പറയുന്ന ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കുന്നു. അതായത് അറ്റ് പ്രസൻറ്റ് ഒരു സ്ഥലത്ത് എത്ര ഹ്യൂമിഡിറ്റി ഉണ്ട് എന്നതിനെ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്നും, അവിടെയുള്ള ഹ്യൂമിഡിറ്റിയെ നമ്മൾ ആ പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ആയിട്ട് താരതമ്യം ചെയ്ത്, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ റേഷ്യോ എടുക്കുകയാണ്, അതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണല്ലേ. അപ്പോൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റിയെ നമ്മൾ ടോട്ടൽ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഈ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 100 അടുക്കും തോറും അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് സാച്ചുറേഷനിലേക്ക് എത്തുന്നു എന്ന അർത്ഥം. എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വാട്ടർ വേപ്പറിൻ്റെ മാക്സിമം അളവിലോട്ട് എത്തുന്നു. അതെത്തുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? അങ്ങനെ സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്താരംഭിക്കും, കണ്ടൻസേഷൻ ആരംഭിക്കും. അതായത് നേരത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് പോയ ഈ പറയുന്ന വാട്ടർ വേപ്പറുകൾ തിരികെ എന്താണ്, വാട്ടർ ഡ്രോപ്പുകളായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. കണ്ടൻസേഷൻ ഏതൊക്കെ രീതിയിലുണ്ട്, ഡ്യൂ, ഫ്രോസ്റ്റ്, മിസ്റ്റ്, ക്ലൗഡ് എന്ന 4 രീതിയിലാണുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ? ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ ലാൻഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് രാത്രി കാലങ്ങളിൽ വാട്ടർ വേപ്പർ വാട്ടർ ഡ്രോപ്പായിട്ട് മാറുന്നതിനെ ഡ്യൂ എന്നും, എന്നാൽ ഈ പറയുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് താഴെ പോയാൽ ഇത് ഐസ് ക്രിസ്റ്റലുകളായി മാറുമ്പോൾ അതിനെ ഫ്രോസ്റ്റ് എന്നും, എന്നാൽ ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഭാഗത്താണെങ്കിൽ ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റുമായിട്ടൊക്കെയാണ് ഈ പറഞ്ഞ വാട്ടർ പറ്റിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ മിസ്റ്റ് അല്ലെങ്കിൽ ഫോഗ് എന്ന് വിളിക്കുന്നു എന്നും, അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ അതെന്താണ്, മേഘങ്ങളായി മാറുന്നു എന്നും നമ്മൾ പഠിച്ചു. അല്ല, മേഘങ്ങളെ പറ്റി നമ്മൾ പഠിച്ചപ്പോൾ മേഘങ്ങൾ പലതരത്തിലുണ്ടെന്ന് പഠിച്ചു അല്ലേ? സിറസ്, സ്ട്രാറ്റസ്, ക്യുമുലസ്, നിംബസ്. ഫെദർ ലൈക്ക് ക്ലൗഡ്സ് ആണെങ്കിൽ സിറസ് എന്നും, പഞ്ഞിക്കെട്ട് പോലെ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിൽ കാണുന്ന സ്ട്രാറ്റസ് എന്നും, വലിയ തിക്ക് ക്ലൗഡായിട്ട് കാണപ്പെടുന്നത് ക്യുമുലസ് എന്നും, അതുപോലെ എന്താണ് മഴ പെയ്യിപ്പിക്കുന്ന നിംബസിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? ഇതാ ഇങ്ങനെ കാണുന്നത് സ്ട്രാറ്റസ്, ഇത് ക്യുമുലസ്, ഇത് നിംബസ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ആകാശത്ത് ഈ നിംബസ് ക്ലൗഡ് മാത്രമായി കാണുന്നു എന്ന് പറയാൻ പറ്റൂല. നിംബസും ക്യുമുലസും ചേർന്ന് ക്യുമുലോ നിംബസുകളായിട്ട് എന്ത് ചെയ്യാറുണ്ട്, അറ്റ്മോസ്ഫിയറിൽ കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന നല്ല മഴ പെയ്യുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ മഴയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ അറ്റ്മോസ്ഫിയറിലോട്ട് നോക്കുമ്പോൾ തിക്കായിട്ട് മഴമേഘങ്ങൾ കാണുന്നു, അത് ക്യുമുലോ നിംബസാണ്. അപ്പോൾ ഇതിങ്ങനെ ഒറ്റയടിക്ക് തന്നെ കാണണമെന്നില്ല, പല പല ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ പലത് മിക്സ് ചെയ്തും കാണപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ മേഘങ്ങൾ വരെ എത്തി. മേഘങ്ങൾ എത്തിയാൽ അടുത്ത് വരുന്ന എന്താണ്, മഴയാണ് അല്ലേ? അപ്പോൾ അതാണ് പ്രസിപ്പിറ്റേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഴ മാത്രമല്ല, വേറെ 2 ഫോമുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറ്റുന്നത്, കണ്ടിന്യൂസ് ആയി കണ്ടൻസേഷൻ നടക്കുന്നു. എന്ത് നടക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടൻസേഷൻ നടക്കുന്നു. അതായത് നമ്മുടെ മേഘങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മേഘങ്ങളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടൻസേഷൻ നടക്കുകയാണ്. അതായത് ഈ പറയുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിന് ചുറ്റും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളത്തുള്ളികളുടെ വലിപ്പം എന്ത് ചെയ്യും, കൂടും അല്ലേ? അപ്പോൾ ഇതൊരു വാട്ടർ ഡ്രോപ്പ്, ഇതൊരു ഡസ്റ്റ് പാർട്ടിക്കിളാണ് നിങ്ങൾ സങ്കല്പിക്കുക. ഈ ഡസ്റ്റ് പാർട്ടിക്കിളിൻ്റെ ചുറ്റുമായിട്ട് എന്താണ്, ഈ വാട്ടർ ഡ്രോപ്പുകൾ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ മേഘങ്ങൾ ഉണ്ടാവുകയാണ്. കണ്ടിന്യൂസ് ആയി ഈ പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഓരോ തുള്ളികളുടെയും വലിപ്പം എന്ത് ചെയ്യും, കൂടും അല്ലേ? അപ്പോൾ വലിപ്പം ഒരു പരിധിക്കപ്പുറം കൂടുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഇവരെ ഈ ഭൂമി എന്ത് ചെയ്യാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗുരുത്വാകർഷണം കാരണം. ഒരു പരിധി കഴിയുമ്പോൾ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സുകൾ നഷ്ടപ്പെടുകയും ഈ തുള്ളികൾ എന്ത് ചെയ്യുന്നു, മേഘങ്ങളിൽ നിന്ന് താഴേക്ക് പതിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മഴ പെയ്യുന്നു അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ നടക്കുന്നു എന്ന് പറയുന്നത്. ആ പ്രസിപ്പിറ്റേഷൻ അത് മഴയായി വരുന്നതാണെങ്കിലും അത് 3 രീതിയിലാണ് നടക്കുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് മഴ, മറ്റൊന്ന് സ്നോഫോൾ, മറ്റൊന്ന് ഹെയിൽ സ്റ്റോൺ. ഓക്കെ, ഇതൊക്കെയാണ് റെയിൻഫോൾ, സ്നോഫോൾ, ഹെയിൽ സ്റ്റോൺ എന്നിങ്ങനെ 3 രീതിയിലാണ് നമുക്ക് പ്രധാനമായും precipitation നടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. As a result of the continuous condensation, the size of the water droplets within the cloud gradually increases. As the size of the water droplet grow beyond the limit of resistance against gravity, the water droplet will be released from the cloud and may fall on the earth in various forms. These are termed as
പ്രസിപ്പിറ്റേഷൻ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മക്കളെ? മഴ എന്ന് വിളിക്കുന്നത്. അതാണ് ദാ ഇവിടുത്തെ പാരഗ്രാഫിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മഴ 3 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് നമ്മുടെ മഴ, അല്ലെ, പ്രസിപ്പിറ്റേഷൻ 3 രീതിയിലാണ്. ഒന്ന് മഴ, മറ്റൊന്ന് മഞ്ഞ് വീഴ്ച, പിന്നെ വരുന്നത് ഹെയിൽ സ്റ്റോൺ. മൂന്നും വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, സിമ്പിൾ സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേഘം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി അടുപ്പിച്ചെത്തി. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, അതായത് അപ്പർ അറ്റ്മോസ്ഫിയർ വരെ തണുത്തിരിക്കുകയാണ്. അതായത് നല്ല കോൾഡ് ക്ലൈമറ്റുള്ള റീജിയൻസിൽ ടെമ്പറേച്ചർ 0 ഡിഗ്രിയിലെത്തും. അല്ലെങ്കിൽ നല്ല രീതിയിൽ തണുപ്പ് വരുന്ന നമ്മുടെ ടെമ്പറേറ്റ് ഭാഗം, ഇക്വേറ്ററിൻ്റെ ഭാഗം ആയിക്കോട്ടെ, പക്ഷേ വിൻ്റർ കാലഘട്ടത്തിൽ എന്ത് പറ്റും? ഈ പറയുന്ന വാട്ടർ ഡ്രോപ്പുകളുടെ സൈസ് കൂടിയിട്ടാണല്ലോ മഴ പെയ്യുന്നത്. എന്ത് പറ്റും? ഈ വാട്ടർ ഡ്രോപ്പുകൾ ഈ അപ്പർ അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെ എന്തായിട്ട് മാറും? ഐസായിട്ട് മാറും. പ്രത്യേകത, ഇത് ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ഓക്കെ, എന്തായിട്ട് മാറും? ടൈനി ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. അങ്ങനെ ഈ പറയുന്ന ടൈനി ആയ ഐസ് ക്രിസ്റ്റലുകൾ പതുക്കെ പതുക്കെ നമ്മുടെ ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കുമ്പോഴാണ് നമ്മളതിനെ സ്നോഫോൾ അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ച എന്ന് പറയുന്നത്. കണ്ടോ, ചെറിയ 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 ക്രിസ്റ്റൽസ് ഓഫ് ഐസ് ആയിട്ടാണല്ലേ, വലിയ തരികളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? താഴേക്ക് വീഴുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്നോഫോൾ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നത്? സ്നോഫോൾ എന്ന് വിളിക്കുന്നത്. ഇനി വെള്ളത്തിൻ്റെ തുള്ളികളായി തന്നെ താഴേക്ക് വീണാൽ അതിനെന്ത് പറയുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റെയിൻഫോൾ, മഴ എന്ന് വിളിക്കും. പക്ഷെ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മഴ, ഇപ്പോൾ മഞ്ഞൊന്നുമില്ല, എന്ത് ചെയ്യാണ്? മഴ പെയ്യുകയാണ്. ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില അറ്റ്മോസ്ഫിയറിക് ലെയറുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അങ്ങ് തണുക്കും. പല അറ്റ്മോസ്ഫിയറിക് ഫിനോമിനൻ കാരണവും ചില സ്ഥലത്ത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യും? 0 ഡിഗ്രിക്ക് താഴേക്ക് വീഴും. പക്ഷേ മുകളിൽ നിന്ന് മഴത്തുള്ളികൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഴത്തുള്ളികൾ ഈ പറയുന്ന ലോ ടെമ്പറേച്ചർ റീജിയനിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് പറ്റും? മഴത്തുള്ളികൾ, വെള്ളത്തുള്ളികൾ ഇവിടെ എത്തി പെട്ടെന്ന് ലോ ടെമ്പറേച്ചർ റീജിയനിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ഐസ് ക്രിസ്റ്റലുകളായിട്ട് അല്ലെങ്കിൽ ഐസ് പെല്ലറ്റുകളായിട്ട് മാറും. ഈ കാണുന്ന പോലെ ഐസിൻ്റെ നമ്മളെ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ഐസ് കട്ടകൾ പോലെ ആയിട്ട് ഈ ഐസ് കട്ടകൾ താഴേക്ക് വന്ന് വീഴുന്നു. വളരെ റെയറായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അതിനാണ് നമ്മൾ ഹെയിൽ സ്റ്റോൺസ് എന്ന് വിളിക്കുന്നത്. ഹെയിൽ സ്റ്റോൺ, അതായത് ഇവിടെ പറയുന്നത് വാട്ടർ ഡ്രോപ്പ് റിലീസ്ഡ് ഫ്രം ദ ക്ലൗഡ്, അതായത് മേഘങ്ങളിൽ നിന്ന് വെള്ളത്തുള്ളികളായി തന്നെയാണ് അത് വീഴുന്നത്, അല്ലേ? മേഘത്തിൻ്റെ ഭാഗത്ത് വെച്ച് തന്നെ 0 ഡിഗ്രി ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? അത് സ്നോഫോൾ ആയിട്ട് മാറും. എന്നാൽ മേഘങ്ങളിൽ നിന്ന് വീഴുന്നത് എങ്ങനെയാണ്? വെള്ളത്തുള്ളികളായിട്ട് തന്നെയാണ്. പക്ഷേ എന്ത് പറ്റും? ദേ ആർ സബ്ജക്റ്റഡ് ടു റിപ്പീറ്റ് കണ്ടൻസേഷൻ അറ്റ് ഡിഫറൻറ്റ് ലെവൽ ഓഫ് ദ അറ്റ്മോസ്ഫിയർ, അല്ലേ? അറ്റ്മോസ്ഫിയറിൻ്റെ പല ലെയറിൽ വെച്ച് റിപ്പീറ്റായിട്ട് എന്ത് ചെയ്യും? കണ്ടൻസേഷൻ പ്രോസസ്സ് നടക്കും. അതായത് സിമ്പിൾ നടക്കുന്ന ഇതാണ്, അറ്റ്മോസ്ഫിയറിൻ്റെ ചില ലെയറുകൾ പെട്ടെന്ന് അവരുടെ ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് താഴേക്ക് വീഴുമ്പോൾ ഈ വരുന്ന വെള്ളത്തുള്ളികൾ ഈ ലെയറിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിട്ട് മാറും? ഐസ് പെല്ലറ്റുകളായിട്ട് മാറും. ഇതുപോലെയുള്ള ഐസുകളെയാണ് നമ്മൾ ഐസ് പെല്ലറ്റുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഈ ഐസ് പെല്ലറ്റുകൾ താഴേക്ക് വന്ന് പതിക്കുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെയിൽ സ്റ്റോൺ, ആലിപ്പഴമെന്ന് മലയാളത്തിൽ പറയും. എന്ത് വിളിക്കും? ആലിപ്പഴമെന്ന് മലയാളത്തിൽ വിളിക്കുന്ന ഇംഗ്ലീഷിലെ ഹെയിൽ സ്റ്റോണുകളായിട്ട് മാറും. ഈ 3 രീതിയിലാണ് പ്രസിപ്പിറ്റേഷൻ നടക്കുന്നത്. അതിൽ മഴയെ പറ്റി നമുക്ക് ഇനിയും വിശദമായിട്ട് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനായിട്ടുണ്ട്. സ്നോഫോളിനെ പറ്റി ഒന്നുകൂടെ നോക്കാം. When temperature falls below 0 degrees Celsius in the cold climatic region as well as in the temperate region during summer. ഓക്കെ, അപ്പോൾ 0 ഡിഗ്രിക്ക് താഴെ അറ്റ്മോസ്ഫിയർ മൊത്തം ആവുന്ന കാര്യമാണ് പറയുന്നത്. 0 ഡിഗ്രിക്ക് താഴെ കോൾഡ് ക്ലൈമറ്റിക് റീജിയനുകളിലും നമ്മൾ സാധാരണ ടെമ്പറേച്ചർ റീജിയനിൽ വിൻ്റർ സമയത്തും എന്ത് പറ്റും? ടെമ്പറേച്ചർ 0 ഡിഗ്രിക്ക് പോകുന്ന കാരണം എന്ത് പറ്റും? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ടൈനി ക്രിസ്റ്റൽ ഓഫ് ഐസ് ആയിട്ട് നടക്കും. അതിനെയാണ് നമ്മൾ സ്നോഫോൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹെയിൽ സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വാട്ടർ ഡ്രോപ്ലെറ്റ് റിലീസ്ഡ് ഫ്രം ദ ക്ലൗഡ്സ് ആർ സബ്ജക്റ്റഡ് ടു റിപ്പീറ്റഡ് കണ്ടൻസേഷൻ അറ്റ് ഡിഫറൻറ്റ് ലെവൽ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഐസ് പെല്ലറ്റുകളായിട്ട് താഴേക്ക് റീച്ച് ചെയ്യും. അതിനെ വിളിക്കുന്ന പേര് ഹെയിൽ സ്റ്റോൺ. പിന്നെ ഉള്ളത് മഴ, അല്ലേ? ദ കോമൺ, അല്ലേ? റെയിൻഫോൾ ഈസ് കോമൺ ആൻഡ് ഫെമിലിയർ മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രസിപ്പിറ്റേഷൻ, അല്ലേ? മഴയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസിപ്പിറ്റേഷൻ ഏറ്റവും കോമൺ ആയ രൂപം എന്ന് പറയുന്നത് മഴയാണ്. പക്ഷെ എല്ലാ മഴയും ഒരുപോലെ അല്ല ഉണ്ടാകുന്നത്. അത് നമുക്കൊരു പുതിയ അറിവാണ്, അല്ലേ? നമുക്ക് മഴ എന്ന് പറഞ്ഞാൽ മഴയെന്നേ അറിയാവൂ. പക്ഷെ എല്ലാ മഴകളും ഒരുപോലെ അല്ല. അതായത് ഇടവപ്പാതി പെയ്യുന്ന മഴ അതേ കാരണമാകണമെന്നില്ല തുലാവർഷത്തിൽ പെയ്യുന്ന മഴ. ഇതാകണമെന്നില്ല ന്യൂനമർദ്ദ കാലത്ത് പെയ്യുന്ന മഴ. അപ്പോൾ ആ വ്യത്യാസങ്ങൾ നമ്മളത് അറിഞ്ഞിരിക്കണം. മഴയെ 3ആയി തിരിക്കുക. ഒന്ന്, ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ. ഇതാണ് സത്യത്തിൽ ഇടവപ്പാതി സമയത്തൊക്കെ നടക്കുന്ന ഒരു ടൈപ്പ്, അങ്ങനെ ഉറപ്പിച്ചു കളയല്ലേ. എന്നാലും ഇനി കൺവെക്ഷണൽ റെയിൻഫോൾ, പിന്നെ വരുന്നത് സൈക്ലോണിക് റെയിൻഫോൾ. എന്നിങ്ങനെ 3 എണ്ണമാണുള്ളത്. ഒന്നുകൂടി പറഞ്ഞേ, ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ, കൺവെക്ഷണൽ റെയിൻഫോൾ, സൈക്ലോണിക് റെയിൻഫോൾ. ഇങ്ങനെ 3 എണ്ണം. ഒന്നും കൂടെ, ഓറോഗ്രാഫിക് റെയിൻഫോൾ, കൺവെക്ഷണൽ റെയിൻഫോൾ, സൈക്ലോണിക് റെയിൻഫോൾ. ഓറോഗ്രാഫിക് റെയിൻഫോൾ, കൺവെക്ഷണൽ റെയിൻഫോൾ,
സൈക്ലോണിക് റെയിൻഫോൾ. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ മൺസൂൺ നിങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ മൺസൂൺ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, കടലിൽ നിന്ന് വീശുന്ന കാറ്റ്, കടലിന് മുകളിലൂടെ അല്ലെങ്കിൽ കടലിൽ നിന്ന് വീശുന്ന കാറ്റ്, ഇതെന്തുകൂടെ കൊണ്ടുവരും? ഇത് ഈർപ്പം കൂടെ കൊണ്ടുവരും. ഇതെന്തുകൂടെ കൊണ്ടുവരും? ഈർപ്പം കൂടെ കൊണ്ടുവരും. അങ്ങനെ ഈ ഈർപ്പവും കൊണ്ടുള്ള കാറ്റ് എവിടെ വരികയാണ്? കരയിലേക്ക് എത്തുകയാണ്. കരയിലെത്തി വരുമ്പോഴത്തേക്കും ദേ കിടക്കുന്ന ഒരു വലിയ മൗണ്ടൻ, ദേ കിടക്കുന്ന ഒരു വലിയ പർവ്വതം. അപ്പോൾ പർവ്വതത്തിനെ പൊട്ടിച്ചുകൊണ്ട് പോകാനൊന്നും കാറ്റിന് പറ്റാത്തപ്പോൾ കാറ്റ് എന്ത് ചെയ്യും? പർവ്വതത്തിൻ്റെ ഈ ഒരു ദിശയിലേക്ക് പോകും. അങ്ങനെ ഉയരങ്ങളിലേക്ക് പോകും. നമുക്കറിയാം, ഉയരം കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ഈ കൊണ്ടുവരുന്ന മോയ്സ്ചറൊക്കെ ഇവിടെ തന്നെ എന്തായിട്ട് മാറും? കട്ട പിടിച്ച് മേഘങ്ങളായി മാറും. എന്തായിട്ട് മാറൂടാ? അങ്ങനെ മേഘങ്ങളായിട്ട് മാറും. അങ്ങനെ മേഘങ്ങളായി മാറുകയും ആ മേഘങ്ങളിൽ നിന്ന് പെയ്യുന്ന മഴയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഓറോഗ്രാഫിക് റെയിൻഫോൾ. ഈ പറയുന്ന മല എന്ന് പറയുന്നത് അവിടുത്തെ റിലീഫ് ഫീച്ചറിൽ വരുന്നതല്ലേ? ഒരു സ്ഥലം എന്ന് പറയുന്നത് മലയാണോ, കുന്നാണോ, നിരന്ന സ്ഥലമാണോ, പ്ലേറ്റു ആണോ എന്നുള്ളതിനാണ് അവിടുത്തെ റിലീഫ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിലീഫ് കാരണം ഉണ്ടാവുന്നത് കൊണ്ട് നമ്മളതിനെ എന്ത് വിളിക്കും? റിലീഫ് റെയിൻഫോൾ എന്നും വിളിക്കും. അപ്പോൾ എന്താ സംഭവം? ഒന്നും കൂടെ പറയാം. ഇതാ കണ്ടോ, മോയ്സ്ചർ കൊണ്ടുവരുന്ന കാറ്റ്. എവിടെ നിന്ന് വരുന്ന കാറ്റ്? കടലിൽ നിന്ന് വരുന്ന കാറ്റ്. പെട്ടെന്ന് കാണുന്ന ഒരു മൗണ്ടൻ കാരണം എന്ത് പറ്റും? മുകളിലേക്ക് ഉയരുകയും ഇവിടെ വന്ന് ഇത് മേഘങ്ങളായി മാറുകയും ആ മേഘങ്ങൾ കാരണം പെയ്യുന്ന മഴയെയാണ് നമ്മൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ റിലീഫ് കാരണം ഉണ്ടായത് കൊണ്ട് നമ്മൾ തന്നെ റിലീഫ് റെയിൻഫോൾ എന്നും പറയും. കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, വിൻഡ് വരുന്ന സ്ഥലം അഥവാ വിൻഡ് വാർഡ് സൈഡ്. ഈ ഓപ്പോസിറ്റ് ഭാഗത്തിന് നമ്മൾ ലീവാർഡ് സൈഡ് എന്നാണ് വിളിക്കുന്നത്. എന്തുവാണ്? ലീവാർഡ് സൈഡ്. നിങ്ങൾ ആ ലീവാർഡ് സൈഡ് എന്ന പേര് അറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യം അറിഞ്ഞാൽ മതി. മലയുടെ ഇപ്പുറത്ത് മഴ പെയ്യുമ്പോൾ അപ്പുറത്തുള്ളവന് മഴ കിട്ടത്തില്ല. മഴ കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ സ്ഥലത്ത് എന്ത് വിളിക്കും? റെയിൻ ഷാഡോ റീജിയൺ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? റെയിൻ ഷാഡോ റീജിയൺ എന്ന് വിളിക്കും. മഴ നിഴൽ പ്രദേശം. ഒരു എക്സാമ്പിൾ പറയട്ടെ. ജൂണിൽ നമുക്ക് മഴ കിട്ടുമ്പോൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ മഴ കിട്ടൂല. അപ്പോൾ കേരളത്തിൻ്റെ മഴ നിഴൽ പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്? തമിഴ്നാടെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പറയുന്ന കേരളം ഉണ്ടല്ലോ, അതാ ഇങ്ങനെ ഇന്ത്യയുടെ ഈ സൗത്തിലായിട്ട് കിടക്കുന്ന, ഇവിടെ കിടക്കുന്ന ഈ പറയുന്ന കേരളം, ഈ കേരളത്തിൻ്റെ ഇവിടെയായിട്ടൊരു മൗണ്ടൻ ഉണ്ട്. ഏത് മൗണ്ടൻ? വെസ്റ്റേൺ ഗട്ട്സ്. കേട്ടിട്ടുണ്ടോ? സഹ്യപർവ്വതം എന്നൊക്കെ പറയപ്പെടുന്ന നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ഈ വെസ്റ്റേൺ ഗട്ട്സ് മലനിരകളാണ് ഇവിടുന്ന് വരുന്ന മൺസൂൺ വിൻഡുകളെ തടഞ്ഞു നിർത്തി നമുക്ക് എന്ത് തരുന്നത്? മഴ തരുന്നത്. നിങ്ങൾ ജൂണിൽ പോകുമ്പോൾ പെയ്യുന്ന മഴ, ഇനിയിപ്പോൾ വരാൻ പോകുമല്ലേ, ജൂൺ വരാൻ പോകുമല്ലേ, സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ മഴ പെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഒരു രസമാണ് ജൂൺ സ്കൂൾ തുറക്കുന്ന ദിവസം പെയ്യുന്ന മഴ എന്ന് പറയുന്നത് അല്ലേ. പുതിയ ഡ്രസ്സും ബാഗും ഒക്കെ കൊണ്ടുപോകും. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ പലപ്പോഴും അങ്ങനെ ജൂൺ മാസം ആദ്യമൊന്നും മഴ പെയ്യാറില്ല. ഞാൻ പഠിച്ചിരുന്ന ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ അടിപൊളി മഴയൊക്കെ പെയ്യാറുണ്ടായിരുന്നു. നിങ്ങൾക്ക് പക്ഷേ അത്ര ഭാഗ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ജൂണിലൊന്നും അത്ര മഴ പെയ്തിരുന്നില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ പറയുന്ന മൗണ്ടൻസ്, വെസ്റ്റേൺ ഗട്ട്സ്, ഈ വെസ്റ്റേൺ ഗട്ട്സിലോട്ട് വരുന്ന കാറ്റ് ഈർപ്പം കൊണ്ടുവരും. അതടിച്ച് ഈ വെസ്റ്റേൺ ഗട്ട്സ് അടിച്ച് മുകളിൽ കയറ്റിയിട്ട് മേഘങ്ങളാക്കി മാറ്റിയിട്ട് മഴയായി പെയ്യും. ഈ മഴയായി പെയ്യുന്ന മഴയെ വിളിക്കുന്ന പേരാണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ റിലീഫ് റെയിൻഫോൾ. ഓപ്പോസിറ്റ് ദിശയിൽ മഴ പെയ്യൂല, അതിനെ എന്ത് വിളിക്കും? റെയിൻ ഷാഡോ റീജിയൺ എന്ന് വിളിക്കും. ഈ മഴയുടെ പേര് ഓറോഗ്രാഫിക് റെയിൻ. സെറ്റല്ലേ? ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകാമല്ലോ. അപ്പോൾ നോക്കിയോ, എന്താണ് ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയോ, ഓറോഗ്രാഫിക് റെയിൻഫോൾ, ദ മോയ്സ്ചർ ലേഡൻ വിൻഡ് ഫ്രം ദ സീ enters the land and will be raised along the mountain slopes. Mountain slope മുകളിലേക്ക് റൈസ് ചെയ്യപ്പെടും. This leads to the condensation and formation of rain clouds along the windward side of the mountain. Rainfall occurring in this manner is called orographic rain or relief rain. അപ്പോൾ എന്താ റെയിൻ ഷാഡോ റീജിയൻ? ചോദിക്കാൻ പരീക്ഷയ്ക്ക്. എന്ത് പറയും? വൈൽ ദ വിൻഡ്വാർഡ് സ്ലോപ്പ് ഓഫ് ദ മൗണ്ടൻ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് റെയിൻഫോൾ. വിൻഡ്വാർഡ് സൈഡിൽ ഒരുപാട് മഴ കിട്ടുമ്പോൾ ദ ഡിസെൻഡിങ് ഡ്രൈ എയർ മേക്സ് ദ ലീവാർഡ് സൈഡ് റെയിൻലെസ്. അല്ലേ, ഇവിടുന്ന് പോയ കാറ്റ് അവിടെ നിൽക്കുമോ? ഇല്ല, അത് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങിപ്പോവും. പക്ഷേ ഉള്ള മഴയും ഈർപ്പവും ഒക്കെ ഇവിടെ പോയില്ലേ, പിന്നെ വരുന്ന എന്താണ്? ഡ്രൈ വിൻഡാണ്. അപ്പോൾ ഇതെന്ത് പറ്റും? ഇതെന്ത്? സച്ച് റീജിയൻസ് ആർ കാൾഡ് റെയിൻ ഷാഡോ റീജിയൻ. അവിടെ മഴ കിട്ടാത്ത റീജിയൻ നമ്മൾ എന്ത് വിളിക്കും? റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്നു അടുത്ത റെയിൻഫോൾ, കൺവെക്ഷണൽ റെയിൻഫോൾ. സാധാരണ നമ്മൾ ഈ തുലാവർഷ സമയത്തൊക്കെ ശ്രദ്ധിച്ചറിയാൻ പറ്റും. തുലാവർഷ സമയത്തൊക്കെ ഉച്ച കഴിഞ്ഞിട്ടാണ് എന്ത് ഈ പറയുന്ന ശക്തമായ മഴ പെയ്യുന്നത്. അതായത് ഡേ ടൈം കൊണ്ട് നമ്മുടെ സൂര്യൻ്റെ പ്രകാശം വന്നിങ്ങനെ വന്ന് ലാൻഡ് ടെമ്പറേച്ചറൊക്കെ അടിച്ചു കൂടും.
അങ്ങനെ കണ്ടക്ഷൻ വഴി അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ ലെയർ ചൂടാവും. കൺവെക്ഷൻ വഴി ഈ ചൂടായ എയർ മൊത്തം എങ്ങോട്ട് പോകും? ശക്തമായ രീതിയിൽ എങ്ങോട്ട് പോകും? അറ്റ്മോസ്ഫിയർ മുകളിലോട്ട് പോകും. അപ്പോൾ ശക്തമായി ഈ പറയുന്ന ഈർപ്പം കൊണ്ട് അല്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് പറ്റും? വാട്ടർ ബോഡീസിൽ നിന്നുള്ള വാട്ടർ വേപ്പറൊക്കെ ഇവിടെ നിങ്ങൾ തങ്ങി നിൽക്കുകയാണല്ലേ, ഇവോപ്പറേഷൻ കൂടും ചൂട് സമയത്ത് അല്ലേ. നമ്മുടെ ഈ പറയുന്ന പോണ്ടുകളും ചെറിയ ചെറിയ തോടുകളൊക്കെ വറ്റി വരളുന്ന ഈ പറയുന്ന വേനൽക്കാലത്തല്ലേ. എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം, ചൂട്, ആ വെള്ളമൊക്കെ ഇവിടെ പോകും, അറ്റ്മോസ്ഫിയറിൽ പോകും. ഈ അറ്റ്മോസ്ഫിയറിലുള്ള ചൂട് വെള്ളം കൊണ്ട് ഈ പറയുന്ന എയർ എങ്ങോട്ട് പോകും? മുകളിലോട്ട് പോകും. അവിടെ വെച്ച് പെട്ടെന്ന് എന്ത് ചെയ്യും? മേഘങ്ങളുണ്ടാവും. പെട്ടെന്ന് ശക്തമായ മേഘങ്ങൾ ഉണ്ടായിട്ട് അന്ന് തന്നെ ടകീന്നൊരു മഴയങ്ങ് പെയ്യും. അങ്ങനെ പെയ്യുന്ന മഴകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവെക്ഷൻ കാരണം. കൺവെക്ഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, ഫസ്റ്റ് ക്ലാസ് പഠിപ്പിച്ചതാണ്. സോ കൺവെക്ഷൻ കാരണം ഉണ്ടാകുന്ന മഴ, അതിനെയാണ് കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് പെയ്യുന്നു, സാധാരണ 4 മണിക്ക് ഉച്ച കഴിഞ്ഞ് പെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് വിളിക്കും? 4 o'clock റെയിൻ എന്ന് വിളിക്കും. ഓക്കെ, ആഫ്റ്റർനൂൺസ് കറക്റ്റ് 4 മണിയെന്നല്ല, ആഫ്റ്റർനൂണിൽ പെയ്യുന്നത് കൊണ്ട് അതിനെ എന്ത് വിളിച്ചു? 4 o'clock റെയിൻസ് എന്നും വിളിച്ചു. അപ്പോൾ പറയാം എന്താ കൺവെക്ഷൻ റെയിൻ? കൺവെക്ഷൻ റെയിൻഫോൾ ഒക്കേഴ്സ് വെൻ വാം മോയിസ്റ്റ് എയർ അല്ലേ, സൂര്യപ്രകാശം കൊണ്ട് ചൂട് സമയത്താണ്, വാമായ എയറാണ്, ഈർപ്പമുള്ള എയറാണ്. റൈസസ് ഉയർന്നു പൊങ്ങും, കൂൾസ് തണുക്കും, ആൻഡ് കണ്ടൻസസ് ടു ഫോം ക്ലൗഡ്സ്. അപ്പോൾ ഉച്ച സമയം അല്ലെ, സൂര്യപ്രകാശം വന്ന് വീഴുന്ന കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ചൂടായിട്ട് ചൂടും ഈർപ്പമുള്ള എയർ നേരെ അടിച്ച് മുകളിലോട്ട് പോയിട്ട് അവിടെ വെച്ച് പെട്ടെന്ന് മേഘങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അൾട്ടിമേറ്റ്ലി ലീഡിങ് ടു പ്രസിപ്പിറ്റേഷൻ, കൂടി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. ദിസ് ടൈപ്പ് ഓഫ് റെയിൻഫോൾ ഈസ് കോമൺ ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ ആൻഡ് ഡ്യൂറിങ് ദ ഹോട്ടർ പാർട്സ് ഓഫ് ദ ഡേ. ഇക്വറ്റോറിയൽ റീജിയനുകളിലും അതുപോലെ തന്നെ ചൂടുള്ള ദിവസങ്ങളിലും നടക്കുന്ന ഈ റെയിൻഫോളിനെ വിളിക്കുന്ന പേരാണ് കൺവെക്ഷണൽ റെയിൻഫോൾ. ദ റെയിൻഫോൾ കൺവെക്ഷണൽ റെയിൻഫോൾ. ഉച്ച കഴിഞ്ഞ് നടക്കുന്നത് കൊണ്ട് ആഫ്റ്റർനൂൺ 4 o'clock റെയിൻഫോൾ എന്ന് ഇതിനെ വിളിക്കും. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് ഇതാ കാണുന്ന സംഭവം. കണ്ടോ, സ്ട്രോങ് കൺവെക്ഷൻ കാരണം എയർ മുകളിൽ പോയിട്ട് അവിടെ വെച്ച് മേഘമുണ്ടായി പെയ്യുന്ന മഴ കൺവെക്ഷണൽ റെയിൻഫോൾ. ഓക്കെ, ശരിയാ. നെക്സ്റ്റ് വരുന്നു, അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് 4 o'clock റെയിൻ. ലാസ്റ്റ് വരുന്നു സൈക്ലോണിക് റെയിൻഫോൾ അല്ലെങ്കിൽ ഫ്രോണ്ടൽ റെയിൻഫോൾ എന്ന് പറയും. അപ്പോൾ ഈ സൈക്ലോൺസ് എന്ന് പറയുമ്പോൾ എന്താ? ചുഴലിക്കാറ്റ്. അപ്പോൾ ഇതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് തണുത്ത കാറ്റ് വരികയാണ്, ഒരു സ്ഥലത്ത് നിന്ന് തണുത്ത കാറ്റ് വരികയാണ്, ഒരു സ്ഥലത്ത് നിന്ന് ചൂടുള്ള കാറ്റും വരിക. ഓക്കെ, അപ്പോൾ ഈ കാറ്റടിച്ച് കാരണം കാറ്റ് അല്ലേ പെട്ടെന്ന് ഈ പറയുന്ന സൈക്ലോൺ ഉണ്ടാകുന്നു, സ്ട്രോങ് ആയിട്ട് വിൻഡ് മൂവ് ചെയ്യുന്നു. അങ്ങനെ കോൾഡായിട്ടുള്ള എയറും വാമായിട്ടുള്ള എയറും ചിലത്ത് വെച്ച് കൂടിച്ചേരും. അപ്പം ഡെൻസിറ്റി കുറഞ്ഞത് എപ്പോഴും വാമായിട്ടുള്ള എയറിനാണ്. ഈ വാമായിട്ടുള്ള എയർ എന്ത് ചെയ്യും? നേരെ ഇവൻ വന്ന് ഇങ്ങോട്ട് തള്ളയില്ലേ, താഴോട്ട് ഭൂമി കുഴിച്ച് പോകാൻ പറ്റത്തില്ലല്ലോ, എങ്ങോട്ട് പോകും? അപ്പർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയറിലോട്ട് ഈ വാം എയർ കയറും. ഈ വാം എയർ എന്ന് പറയുമ്പോൾ മുകളിലെത്തുമ്പോൾ പെട്ടെന്ന് തണുക്കും. വാം എയർ എന്ന് പറയുമ്പോൾ കടലിൻ്റെ ഭാഗത്തല്ലേ സൈക്ലോൺസ് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഭാഗത്ത് എന്തുണ്ട്? ഈർപ്പമുണ്ട്, മോയ്സ്ചറുണ്ട്. വാമെന്ന് വെച്ചുകൊണ്ട് അതിനകത്തുള്ള ഈർപ്പം പോയി നല്ല ഈ വാമായിട്ടുള്ള എയർ മുകളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മേഘങ്ങളുണ്ടായിട്ട് ഈ മേഘങ്ങളിലൂടെ പെയ്യുന്ന മഴയാണ് നമ്മൾ സൈക്ലോണിക് റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ഇതിനെ ബോർഡർ റെയിൻഫോൾ എന്നും വിളിക്കും. കാരണം ചൂടും തണുപ്പും ചേരുന്ന ബോർഡറുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ലാൻഡും സീയും തമ്മിൽ ചേരുന്ന ബോർഡറുകൾ ഉണ്ടാവുന്നു എന്ന് വെച്ചതിനെ ബോർഡർ റെയിൻഫോൾ എന്ന് കഴിഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ പറയുമായിരുന്നു. ഇത്തവണ പേര് മാറ്റി സൈക്ലോണിക് റെയിൻഫോൾ എന്നാക്കി. അപ്പോൾ എന്താണ്? ഇൻ സൈക്ലോണിക് സിസ്റ്റം വെൻ വാം ആൻഡ് കോൾഡ് എയർ മീറ്റ്, കോൾഡ് എയറും വാം എയർ മീറ്റ് ചെയ്യുന്ന സമയത്ത് വാം എയർ വിൽ ബി റേസ്ഡ് അപ് ടു കണ്ടൻസേഷൻ. വാം എയറിന് ഡെൻസിറ്റി കുറവായിട്ട് അത് മുകളിലോട്ട് പോയിട്ട് എന്ത് ചെയ്യും? കണ്ടൻസേഷൻ സംഭവിക്കും. അങ്ങനെ പെയ്യുന്ന മഴയാണ് സൈക്ലോണിക് റെയിൻഫോൾ എന്ന് പറയുന്നത്. സൈക്ലോൺ സമയത്ത് മാത്രം ഒന്നും അല്ല ഉണ്ടാകുന്നത്, അതുകൊണ്ട് സൈക്ലോണിക് റെയിൻഫോൾ എന്ന് മാത്രം പറയാൻ പറ്റും. ബോർഡർ റെയിൻഫോൾ എന്ന് ഇതിനെ പറയും. ശരി, കാര്യത്തിലോട്ട് വരാം. ആസ് ദ ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ വാം ആൻഡ് കോൾഡ് എയർ മാസസ് ആർ നോൺ ആസ് ഫ്രോണ്ട്. കോൾഡ് അല്ലെങ്കിൽ ഈ തണുപ്പ് എയർ പോകുന്ന ആ പറയുന്ന ബോർഡറുകൾ ഫ്രോണ്ട് എന്നാണ് വിളിക്കുന്നത്. ഫ്രോണ്ട് FRONTS ഫ്രോണ്ട്സ്. അതായത് പ്രഷർ, ഇപ്പോൾ എന്താ പറയുന്നത്, ഈ ബോർഡർ റീജിയൻ, അതായത് ഒരു വലിയ റീജിയനിൽ ഈ പറയുന്ന തണുത്ത കാറ്റ് ഇങ്ങനെ പോകും. അതിൻ്റെ ബോർഡറിനെ വിളിക്കുന്ന ഫ്രോണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ എന്ത് വിളിക്കും? ഫ്രോണ്ടൽ റെയിൻഫോൾ. ഇത് തന്നെയാണ് ഞാൻ ബോർഡർ റെയിൻഫോൾ എന്ന് പറഞ്ഞത്. ഓക്കെ, സിമ്പിളായിട്ട് ബോർഡർ റെയിൻഫോൾ എന്ന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ടെക്നിക്കലി തന്നെ ഫ്രോണ്ട് എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ എന്തെന്ന് പറയുന്നു? ഫ്രോണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നു എന്നാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. സോ ഇതാണ് എന്ത്? ഫ്രോണ്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമ്മുടെ സംഭവത്തിൽ പറയുന്നത് നോക്കിയേ, സൈക്ലോണിക് സിസ്റ്റത്തിൽ കോൾഡ് എയറും വാം എയറും തമ്മിൽ മീറ്റ് ചെയ്യും. ഈ കോൾഡ് എയർ ബൗണ്ടറിയും വാം എയർ ബൗണ്ടറിയും ഫ്രോണ്ട് എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ഫ്രോണ്ടൽ റെയിൻഫോൾ എന്നും, അല്ല എങ്കിൽ സൈക്ലോണിക് റെയിൻഫോൾ എന്നും വിളിക്കും. സംഭവിക്കുന്നത് കോൾഡ് വാമയറുകൾ മീറ്റ് ചെയ്യുമ്പോൾ വാമയർ മുകളിലോട്ട് പോകും, ഡെൻസിറ്റി കുറവായത് കാരണം. അങ്ങനെ എന്ത് പറ്റും? ക്ലൗഡ് ഫോം ചെയ്ത് പെയ്യുന്ന മഴയാണ് ഇത്. ഇതുകൂടി പറയുമ്പോഴത്തേക്ക് മനോഹരമായ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യുകയാണ്? പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ വായിച്ചു നോക്കിയോ, എനിക്ക് വയ്യ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചെറിയ ചാപ്റ്റർ 9 പാർട്ടുകളുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, തീർന്നിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ട് കിട്ടാൻ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സുകൾ മെയ് മാസം ആദ്യം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ മെയ് മാസം ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ക്ലാസ്സുകൾ ഉറപ്പുവരുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.